ഹലോ, എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊച്ചി ബ്രോഡ്വേ വരെ പോകുകയാണ് കേട്ടോ. ബ്രോഡ്വേ എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ചിലർ വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മുടെ ജില്ലയ്ക്കകത്തുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ, അതായത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഒത്തിരി കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ഉള്ളിലെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഇന്ന് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച് വലിയ പ്ലാനിങ്ങിലിരുന്നതാണ്, പക്ഷേ ഇറങ്ങിയിട്ട് ഇത്തിരി വൈകി പോയിട്ടോ. കുറച്ച് വെയിലൊക്കെ ആയി. അപ്പോൾ 10 മണി ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വൈറ്റില ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ ഞാൻ സിസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കേട്ടോ ആളുടെ വീട്. അപ്പോൾ അതേ ദൂരേന്ന് കൊടയും ചോടി സിസ്റ്റർ മോളും കൂടി നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നത് ഈ കാക്കനാട് വഴി കേട്ടോ. കാക്കനാട് വഴി ഭയങ്കര ബ്ലോക്കായിരുന്നു. കാരണം ഈ മെട്രോയുടെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് പറഞ്ഞ സമയത്ത് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റില്ല കേട്ടോ. പിന്നെ ആള് വെയിറ്റ് ചെയ്ത് കുറേ നേരം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടൈം നോക്കിയിട്ട് ഞാനും മോളും കൂടി അവിടെ അടുത്തുള്ളൊരു ചെറിയ ഷോപ്പിൽ കയറി കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതേ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. കാരണം ഞങ്ങൾ ഇത്ര 4 പേരില്ലേ. അപ്പോൾ പിന്നെ 2 വീലർ അവിടെ പാർക്ക് ചെയ്ത് വെച്ച് ബസ്സിൽ കയറാട്ടോ. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം കുറേ നാളത്തെ ഞാനിങ്ങനെ ബസ്സിൽ പോണതാണ്. അങ്ങനെ ദൂരമായിട്ടൊന്നും ഞാനങ്ങനെ പോകാറില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പം അതൊരു ഭയങ്കര മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബസ്സിൽ കയറിയപ്പോഴല്ലോ ഞാൻ സിസ്റ്ററിനോട് പറയായിരുന്നു എന്ത് സുഖം ഇവിടുത്തെ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്താലുണ്ടല്ലോ, ബസ്സിൽ കയറുമ്പോൾ പിന്നെ ബസ് അങ്ങോട്ട് പറന്നാണ് പോണത്. പിന്നെ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ നേരെ ഒരു ആംബുലൻസിലേക്ക് കയറ്റിയത് അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും. കാരണം ഈ ബസ്സുകളുണ്ടല്ലോ ഭയങ്കര ചീർപ്പാനിങ്ങനെ പറക്കും. അത്രയും പ്രശ്നമല്ല കേട്ടോ ഈ ടൗണിലെ ബസ്സിൽ. അതൊക്കെ ഭയങ്കര സ്ലോയിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് എനിക്ക് ഈ യാത്രയിലുണ്ടായിരുന്നു. പൊതുവേ എനിക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് തലകറങ്ങും. പിന്നെ ഞാൻ വണ്ടിയിലൊക്കെ കയറുകയാണെങ്കിൽ അതിപ്പോൾ ഏത് വണ്ടിയിലാണെങ്കിലും ഞാൻ വിൻഡോ സൈഡ് ചേർന്നായിട്ടേ ഇരിക്കുകയുള്ളൂ. പൊതുവെ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പീഡിനൊക്കെ ഓടിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ ടൗൺ ഏരിയയിലേക്ക് വരുമ്പോൾ ബസ് ഭയങ്കര സ്ലോയിലായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം, അതായത് ആ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് ഞാൻ ഇതിൽ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ ഇത് കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ പോർഷനാട്ടോ. അപ്പോൾ അതിൻ്റെ മെയിൻ പോർഷൻ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ ഈ സൈഡിലൂടെ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തെടുത്തത്. ഈ കാണുന്നത് സുഭാഷ് പാർക്കാണ് കേട്ടോ. ഒത്തിരി ഏരിയ ഉണ്ട് ഈ സുഭാഷ് പാർക്ക്. പണ്ട് കുട്ടികളൊക്കെ ചെറിയ സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം മലയാള മനോരമ ഹോർത്തൂസിൻ്റെ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് പൊളിക്കുന്ന ഒരു സീനറി ഇവിടെ നിന്നാൽ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ബസ് ഓരോ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഇറങ്ങുന്നു വരുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ് നിർത്തുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് സുഭാഷ് പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൂടെ ചേർന്ന് ഒരു ചെറിയ വാക്വേയൊക്കെ ഉണ്ട് കേട്ടോ. വാക്വേയിലൂടെ നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര രസം പിടിച്ച കാര്യമാണ്. കാരണം എത്ര വെയിലുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റും വലിയ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തേ. സുഭാഷ് പാർക്കിൽ കയറി കാണുന്നതിലും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് കാണുന്നതാണ്. ഈ ഹൈവേയുടെ റൈറ്റ് സൈഡിലാട്ടോ ലോ കോളേജ് മഹാരാജാസ് കോളേജൊക്കെ ഉള്ളത്. ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ വ്യൂ കൊടുക്കാൻ പറ്റിയില്ല. ഈ പാർക്കാണെങ്കിൽ ഒത്തിരി ഏരിയ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഈവനിങ് ടൈമാണ് ബെറ്റർ ടൈം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ ടൈമിൽ നല്ല വെയിലൊക്കെ പറഞ്ഞിട്ട് കായലിൻ്റെ സൗന്ദര്യവും കായൽക്കാറ്റൊക്കെ കിട്ടുന്നത് ആ ഒരു ടൈമിലായിരിക്കും കേട്ടോ. അപ്പുറത്തെ സൈഡ് മൊത്തം കായലാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ പാർക്കിൻ്റെ പോർഷനും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് ബോട്ട് ജെട്ടി എന്ന് പറയും കേട്ടോ. ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ ഡ്രസ്സസൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. അതായത് ചെറിയ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പം ഞാൻ പോകുന്നത് ബ്രോഡ്വേയിലേക്കാണ്. അവിടെ ഒത്തിരി ഉണ്ട്. ഇതിലും വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. അതൊരു വലിയൊരു ഏരിയ തന്നെയാണ്. പിന്നെ ഇവിടെ കാണാനുള്ള മറൈൻ ഡ്രൈവാണ് കേട്ടോ. മറൈൻ ഡ്രൈവിൻ്റെ പോർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകൾ. ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് മറൈൻ ഡ്രൈവ് വരുന്നത് കേട്ടോ. അവിടെയാണ് കായലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു വാക്വേ ഉണ്ട്, കായലുണ്ട്. അറിയാലോ, വന്നവർക്കൊക്കെ അറിയാം മറൈൻ ഡ്രൈവിൻ്റെ ഭംഗി ബ്യൂട്ടി ഒക്കെ കേട്ടോ. അപ്പോൾ അവിടെ വരുമ്പോൾ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. കടലിലേക്ക് ഡയറക്റ്റ് പോകുന്ന ഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ട്രാവൽ ചെയ്യാം. അതിനെന്തോ ചാർജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ അതേ മുന്നോട്ട് പോകാൻ ബസ് ഇതാണ് കേട്ടോ, ബ്രോഡ്വേ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് വേണം ബ്രോഡ്വേ മാർക്കറ്റിലേക്ക് ഡീറ്റെയിലായിട്ട് കിടക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ബസ് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങളെ കാണിച്ചു തരാണ്. അങ്ങനെ ഞാൻ വാഗ്വേയിലൂടെ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാഗ്വേയിലൂടെ നീളം ഇതുപോലെ ചെറുകിട കച്ചവടക്കാരാണ് കേട്ടോ. ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ബാഗ്സ് ആണെങ്കിലും ഒത്തിരി ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വരെ ഉണ്ട്. എല്ലാം ഒരു കുടക്കീഴ് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു മാർക്കറ്റ്. അപ്പോൾ അതിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
റേറ്റാണ് കേട്ടോ. ബസ് ഇറങ്ങി വാക്വേയിലേക്ക് കയറിയ പാടെ തന്നെ ഒത്തിരി ആളുകൾ ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ഞാനിവിടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ വന്നത്. പക്ഷേ പേഴ്സണൽ യൂസിന് പർച്ചേസ് ചെയ്യാൻ വരുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിലക്കുറവൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന ആ ഒരു റേറ്റിൽ തന്നെയാട്ടോ നമുക്കിവിടെ സാധനം കിട്ടുള്ളൂ. അതേസമയം നമ്മളൊരു ഷോപ്പൊക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പറയുന്ന ഉദ്ദേശിച്ച റേറ്റിൽ സാധനങ്ങൾ കിട്ടും. അതായത് ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം. അതായത് സെൽഫിന് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല റേറ്റും കൊടുക്കണം. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന ഭയങ്കര ലോ പ്രൈസിൽ സാധനം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഷോപ്പൊക്കെ നടത്തുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ അതേ ഇങ്ങനെ ഓർണമെൻറ്റ്സ്, അതായത് കമ്മലിൻ്റെ സെക്ഷൻ കണ്ടു കേട്ടോ. ഇതൊക്കെ സെൽഫിന് മേടിക്കാൻ പറ്റിയതാണ് കേട്ടോ. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. വിലക്കുറവൊന്നുമില്ല. അത്യാവശ്യം ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോയി മേടിക്കുന്ന ഏകദേശം ആ റേറ്റോടൊക്കെ അടുത്ത് വരും കേട്ടോ. അത്യാവശ്യം നല്ല സാധനങ്ങൾക്ക് നല്ല റേറ്റ് തന്നെയുണ്ട് ഇവിടെ. അല്ലാണ്ട് നമ്മൾ ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വിചാരിക്കും ബ്രോഡ്വേയിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവുണ്ടെന്നൊക്കെ വിചാരിക്കും. അതായത് ഞാൻ ഈ സെൽഫിന് യൂസ് ചെയ്യുന്ന ആളുകളുടെ കാര്യമായിട്ട് പറയുന്നത്. പക്ഷേ നിങ്ങൾ വെറുതെ ഓടിച്ചാടി ഇങ്ങോട്ട് വേണ്ട, നല്ല റേറ്റാണ്. ഞങ്ങളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് കുറേ ഷോപ്പിലൊക്കെ ഇങ്ങനെ കയറി നടന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വന്നവരൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സെൽഫിന് ഇപ്പോൾ മേടിച്ചാലും നിങ്ങൾക്ക് പൈസ കൊടുക്കാത്ത സാധനം മേടിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മേടിക്കാം. അല്ലാണ്ട് വിലക്കുറവിൽ ഇന്ന സ്ഥലത്ത് വന്നാൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ആ മാർക്കറ്റ്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ. ഇത് മൊത്തം കുറേ ഷോപ്പുകളാണ്. ഒരു വലിയ ഷോപ്പ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ നോക്കി നോക്കി പോകുന്നുണ്ട്. എന്താണ് പുതിയ പ്രോഡക്റ്റ്സ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി പോകാൻ കേട്ടോ. പിന്നെ ഇവിടുത്തെ കച്ചവടക്കാർ പറയുന്നത് ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കൂടുതൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ക്രിസ്മസ് സീസണുമാണ്, നമ്മുടെ ആവശ്യങ്ങളും നടക്കണമല്ലോ. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും നമ്മളെപ്പോലെ ഓരോരുത്തരും അവിടെ ഓരോന്നും മേടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രോഡ്വേയിൽ വന്നിട്ട് ആദ്യം കയറിയത് ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. റേറ്റ് അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വലിയ റേറ്റ് കുറച്ച് കിട്ടും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ കയറുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റിന് നമ്മുടെ നാട്ടിലെ ഷോപ്പിലുള്ള അതേ റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ കുറച്ച് നേരം അത് നോക്കി വെച്ചാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഇവിടുത്തെ മെയിൻ മാർക്കറ്റായ മേത്തർ ബസാറിലേക്കാണ്. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. അല്ല പൊന്നു മക്കളെ, തൃശ്ശൂർ പൂരത്തിനില്ല ഇത്ര ആൾക്കാർ, അത്രയ്ക്കും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ടിൽ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മേത്തർ ബസാറെന്ന്. പിന്നെ നമ്മൾ അതിലേക്ക് കയറി കേട്ടോ. പിന്നെ ഓരോ ഷോപ്പുകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മുട്ടിയില്ല അങ്ങനെയാണ് തിങ്ങി നിരങ്ങി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അത്രയ്ക്കും വലിയ കച്ചവടമാണ് നടക്കുന്നത്. അപ്പോൾ ഹോൾസെയിലിൽ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആളുകളൊക്കെ കൂടുതലും അവിടെയാണ് വന്നത്. അതായത് ഇതൊക്കെ ഹോൾസെയിൽ ഷോപ്പുകളൊക്കെയാണ്. ചെറുകിട കച്ചവടക്കാരൊക്കെ വന്ന് മേടിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ സെൽഫിനായിട്ട് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അവർ പിടിച്ച് പറിച്ച് മേടിച്ചിരിക്കും കേട്ടോ. അവർക്ക് അതാണ് ലാഭം. ഹോൾസെയിലിൽ കൊടുക്കുന്നതാണ് ഇവർക്ക് ലാഭം. ഇനി മുന്നോട്ട് പോയാലും ഇങ്ങനത്തെ ഷോപ്പുകൾ, അതായത് ഹോൾസെയിലിൽ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ തന്നെയുണ്ടോ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ ബാംഗിൾസ് ഞങ്ങളിങ്ങനെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ ഹോൾസെയിൽ കച്ചവടക്കാരായതുകൊണ്ട് തന്നെയുണ്ടല്ലോ നമ്മൾ ഈ സെൽഫിന് പോയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് നോക്കി ഇങ്ങനെ ഇട്ടൊക്കെ നോക്കില്ല, അത് അവർക്ക് ഇഷ്ടമല്ല. ഇവർ പറയും ഇവർ 1-2 പ്രാവശ്യം ഇടിപ്പിക്കുകയുള്ളൂ, പിന്നെ മൂന്നാമത് ഇടാൻ നോക്കി അത് അവിടെ വെച്ചിട്ട് പൊയ്ക്കേ ഇങ്ങനെയൊക്കെ പറയും. കാരണം അവർക്ക് അപ്പോഴേക്കും അപ്പുറത്ത് വേറെ കച്ചവടക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഇങ്ങനത്തെ ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ക്രിസ്മസ് ട്രീയുടെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈ പച്ച ക്രിസ്മസ് ട്രീ ഒക്കെയാണല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പം മഞ്ഞിൽ പുതഞ്ഞ ക്രിസ്മസ് ട്രീസ്, അതുപോലെ മഞ്ഞ, അതുപോലെ വെള്ള വിതച്ച ക്രിസ്മസ് ട്രീസ്, അങ്ങനെ പല വെറൈറ്റി ക്രിസ്മസ് ട്രീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താണ് ഇവിടെ വന്നവരൊക്കെ തന്നെ ഒട്ടുമിക്കവരും ഇങ്ങനെ ക്രിസ്മസ് ട്രീസ്, അതുപോലെ പുൽക്കൂടുകളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ പുൽക്കൂട്ടിൽ വയ്ക്കാൻ പറ്റിയ ആക്സസറീസ് ഒക്കെ ഒത്തിരി ഇവിടെ വന്നവരൊക്കെ കൂടുതലും ഇതൊക്കെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീസ്, പുൽക്കൂടുകൾ, പിന്നെ പുൽക്കൂട്ടിൽ വയ്ക്കുന്ന ആക്സസറീസ്, പിന്നെ പപ്പായി, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോവാണ്. ഞാനാണെങ്കിൽ ഇതിങ്ങനെ വ്ളോഗായിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ പോകാറുണ്ട് സുഹൃത്തുക്കളെ. ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. ഇങ്ങനെ തിങ്ങി നിരങ്ങി നമ്മൾ ഓരോ ഷോപ്പിലേക്ക്, ചില ഷോപ്പുകളിലേക്ക് കയറാൻ നമുക്ക് പറ്റില്ല, കാല് കുത്താൻ സ്ഥലം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഷോപ്പ് വരുമ്പോൾ ഉണ്ടല്ലോ ഞാൻ പയ്യെ കാല് സ്റ്റെപ്പ് ബാക്ക് വയ്ക്കും കേട്ടോ. അങ്ങനെ ഇറങ്ങിപ്പോയ പല ഷോപ്പുകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കുന്ന ഹോൾസെയിൽ ഷോപ്പിലേക്ക് പോയിട്ടോ. ഇതൊക്കെ ഹോൾസെയിൽ ഷോപ്പാണ്. നമുക്കിവിടെ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. നമുക്ക് സെൽഫിനൊന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ കുറേ
നമുക്കിങ്ങനെ നോക്കി കണ്ണ് വെച്ച് പോകും. പക്ഷെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അതാണ് ഇത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കച്ചവടക്കാർ ഇവിടെ കൂടുതലും അട്രാക്ട് ചെയ്യുന്നത്. വിലക്കുറവിൽ ഇങ്ങനെ മേടിക്കുകയും ചെയ്യാം, പക്ഷെ നല്ല ക്വാളിറ്റി നല്ല സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ കുറേ ഷോപ്പുകളിൽ ഞങ്ങളിങ്ങനെ കയറി കേട്ടോ. ഇവിടെ വെറുതെ കയറി ഞങ്ങൾ സമയം കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സാധനം നമുക്ക് പറ്റിയത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതെല്ലാം ഹോൾസെയിൽ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് സെൽഫിന് മേടിക്കുമ്പോഴേ നമുക്ക് അത്രയും ബൾക്കായിട്ട് വേണ്ടല്ലോ, ഓരോന്നൊക്കെ മതിയല്ലോ. അപ്പം അവരങ്ങനെ കൊടുക്കുകയുമില്ല. നമ്മൾ മേടിക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിനും നമുക്ക് കിട്ടില്ല, റീറ്റെയിൽ റേറ്റ് കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടി വരും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ലാഭം ഇതിലില്ല എന്നുള്ളതാണ്. പിന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്, അതാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ, ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജ്വല്ലറി സെറ്റ്സിൻ്റെ ഒക്കെ ബിസിനസ്സാണ്. അതിപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ് ഇത്. ജ്വല്ലറി സെറ്റ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും കച്ചവടക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ പപ്പാനി കേട്ടോ, കുറേ പപ്പാനി ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചേക്കാം. കാരണം അതിൻ്റെ കോസ്റ്റ്യൂംസ് തന്നെ അവിടെ കുറേ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് പൊക്കി നോക്കിയതാണ് ആ പപ്പാനീനെ. പിന്നെ ഞങ്ങളിങ്ങനെ നിരങ്ങിയായിട്ടാണ് പോകുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ തിരക്കൊഴിഞ്ഞ ഒരു ഏരിയയിലേക്ക് കയറിയിട്ടാണ്. അങ്ങനെ കയറി നോക്കി കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കളിപ്പാട്ടങ്ങളുടെ ഒരു ഏരിയയിലേക്കാണ് പോയത്. പിന്നെ അതിനോട് ചേർന്ന് ഇങ്ങനെ ഓർണമെൻറ്റ്സിൻ്റെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരന്ന് ഇങ്ങനെ ഷോപ്പുകളൊക്കെ തന്നെയാണ്. ഇവിടെ കിടന്ന് ഒരുപാട് കറങ്ങിയാലുണ്ടല്ലോ നമ്മൾ വന്ന വഴി മറന്നു പോകും. അതുപോലെയാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ വഴികൾ. അപ്പോൾ ഫസ്റ്റ് ടൈം വന്ന ഒരാളാണെങ്കിലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോകും. അങ്ങനെയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കി പോയിട്ട് ഒരു ഷോപ്പിലേക്ക് ചെന്നിട്ട് ഇവിടെയാണെങ്കിൽ കമ്മലിൻ്റെ സെക്ഷൻ മാത്രമാണ്. കമ്മലിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതും ഈ ഹോൾസെയിൽ ഷോപ്പ് തന്നെയാണ്. ജസ്റ്റ് ഇങ്ങനെ പോയപ്പോൾ ഉണ്ടല്ലോ വെറുതെ കയറി നോക്കിയതാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാ ഷോപ്പുകളും, അവിടെയുള്ള ഒട്ടുമിക്ക ഷോപ്പുകളിൽ ഇങ്ങനെ നോക്കും. പക്ഷെ ഒരു സാധനം മേടിക്കില്ല കേട്ടോ. അവസാനം ഞങ്ങൾ കൊച്ചിൻ ഗോൾഡ് കവറിംഗ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് കയറി. ഇത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയില്ല, ജസ്റ്റ് ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഷോക്കി വെച്ച നെക്ലസ്, അതായത് മാല വിത്ത് കമ്മൽ, അതങ്ങനെ നോക്കിപ്പോയി. പിന്നെ അതിനോട് ചേർന്ന് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഷോപ്പിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു പോയി. എൻ്റെ കുഞ്ഞുമക്കളെ അടിപൊളി സെക്ഷൻ കേട്ടോ. അടിപൊളി മാലകൾ, നെക്ലസ് മോഡൽ മാലകളൊക്കെയാണ് കേട്ടോ. എല്ലാം അടിപൊളി. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അടിപൊളി സാരിക്ക് പറ്റിയതും സൽവാറിനൊക്കെ പറ്റിയ അടിപൊളി നെക്ലസുകൾ, അതുപോലെ ലോങ് മാലകൾ, അതായത് ഷോ മാല പോലത്തെ ലെങ്ത്തുള്ള മാലകൾ, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ 1500, 2000 എബോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ അവിടുത്തെ റേറ്റ് പറ്റാത്തതുകൊണ്ട് അത് ഇങ്ങനെ ഭയങ്കര റേറ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ റീറ്റെയിൽ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേലോട്ട് കയറി. അപ്പോൾ ഇവിടെ റീറ്റെയിൽ ഷോപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് വിഹ എന്ന് പറയുന്ന ഒരു ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വലിയൊരു ഷോപ്പായിരുന്നു. താഴെ നമ്മൾ വലിയൊരു നല്ല നെക്ലസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചില്ല അതാട്ടോ. അപ്പോൾ അതിൻ്റെ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറിയപ്പോൾ ഇവിടെ ഒത്തിരി ഇങ്ങനെ ഇയറിങ്സിൻ്റെ ഒത്തിരി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്നിങ്ങനെ വച്ച് നോക്കൽ മാത്രമല്ല, ഞങ്ങളിങ്ങനെ ഇട്ട് നോക്കും കേട്ടോ. ഒന്നിടും, പിന്നെ മിററിൽ വന്ന് നോക്കും, പിന്നെ നെക്സ്റ്റ് എടുക്കും, ഇടും, മിററിൽ നോക്കും. അങ്ങനെ ഞങ്ങൾ ഓരോന്നിങ്ങനെ മാറ്റി ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി കളക്ഷൻ ഉണ്ട്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒത്തിരി റേറ്റ് കുറവുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു വേണ്ട, അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും ഒത്തിരി പർച്ചേസിങ്ങും കാര്യങ്ങളിലൊക്കെ ആയിരിക്കില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.